J-Hope. I'm Jimin. My name is V. Jungkook. American Musical Award ഷോയിൽ നമ്മുടെ BTS. Sounds ready for the American Music Award. Those two. I seriously forgot what I said. Thank you, AMAs, and we're truly honored to be on this stage with such amazing, tremendous artists right over here. We're so honored. Thanks for that. I'm nervous. Yeah, I'm nervous. Yeah, baby. 4 years ago, we had David's first time ever on TV live performance at this stage, AMAs, DNA, and we were like too excited and nervous at the time. And it's been a long and amazing ride since then, but nobody could have ever bet on the odds of us standing here and receiving this award. Except Sean. Seven boys from Korea, united by love for music. Met the love and support from all the artists all over the world. This whole thing's a miracle. Seriously, we'll never take this for granted. Thank you so much. Love y'all. I want to give this honor to you guys. Thank you, Hyde, Lincoln, Steph, all the people. അവാർഡ് ഷോ കഴിഞ്ഞതിന് ശേഷം BTS ഒരു ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യണം. BTS mania at the American Music Awards. Fans lined up. Look at the cameras behind you. How are you guys feeling? Awesome. It's great. Good. So good, right? All together, but you didn't bring your girlfriends. You need a girlfriend? No, Are you looking? we got like thousands of girlfriends today in here in Microsoft area, so don't worry. No need to. Let's talk about Bad boy. Bad boy. Sugar. I'm bad boy. Who is most likely to get married first? On a 3. 1, 2, 3. ഇന്റർവ്യൂ കഴിഞ്ഞതിന് ശേഷം അവർ കാറിൽ പോകുന്ന സമയം. എന്നാലും എന്റെ മൂത്ത ചേട്ടന്മാരായ നിങ്ങൾക്ക് മുന്നിൽ നിൽക്കുമ്പോ എന്നെ ആദ്യം കേട്ടിക്കുമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ശരിക്കും ഷോക്കായി പോയി. പക്ഷെ നിന്റെ എക്സ്പ്രഷൻ കണ്ടപ്പോൾ മനസ്സിൽ എട്ടുകുട്ടി പോലെയാണല്ലോ തോന്നിയത്. അതിന്റെ ഇടയ്ക്ക് ജിമിന് ഒരുപാട് പ്രതീക്ഷിച്ചെന്ന് തോന്നുന്നു. നാറി അതും കണ്ടുപിടിച്ചു. വെറുതെ അല്ലടാ നീ എന്റെ സോൾമേറ്റ് ആയത്. ഇനി എങ്ങോട്ടാ നമ്മൾ പോകുന്നേ? കമ്പനിയിലോട്ടല്ലേ ജൂണേ? അതെ ചിന്നേട്ടാ, കമ്പനിക്ക് തന്നെ ബാങ്ക് പീഡിനെയും ഒരു അർജന്റ് മീറ്റിംഗ് ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓ ഐ സീ. Congrats, my dear BTS. Finally again we got the award. Congrats. ഞാനിപ്പോൾ നിങ്ങളെ വിളിച്ചത് നിങ്ങളുടെ വേൾഡ് ടൂറിനെ കുറിച്ച് പറയാനാണ്. നിങ്ങൾ ഇതുവരെ പോയതുപോലെയല്ല. ഇത് തികച്ചും വ്യത്യസ്തമായ, ഒട്ടും എക്സ്പെക്ട് ചെയ്യാത്ത ഒരു സ്പോട്ടാണ് നമ്മൾ ഇത്തവണ പ്ലാൻ ചെയ്തിരിക്കുന്നത്. വേൾഡ് ടൂർ സൂപ്പർ. ഏതാ ആ സ്പോട്ട്? എനിക്ക് ഒട്ടും ക്ഷമയില്ല ആ സ്പോട്ട് ഏതാണെന്ന് അറിയാതെ. എടാ ജിമിനെ, ഒരു പൊടിക്ക് അടങ്ങടാ. അല്ല, ഏതാ ബാങ്ക് പീഡിനെയും ആ സ്പോട്ട്? ചിന്നേട്ടാ, അപ്പോൾ ഞാൻ ആരായി? ഒരു സംശയം വേണ്ട, നീ ജിമിനി ബാബു തന്നെ. ഹേ, എല്ലാവരും ഉണ്ടായിരിക്കേ. നിങ്ങൾ ഒരുപാട് പോകാൻ ആഗ്രഹിച്ച ഒരു കൺട്രിയിലേക്കാണ് പോകുന്നത്. അതേതാ? നമ്മളെല്ലാവരുടെയും പോകണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. മറ്റെവിടെയുമല്ല, ഇന്ത്യയിലേക്കാണ്. നിങ്ങൾ ഇപ്പോഴേ ഇത്രയും എക്സൈറ്റഡ് ആണെങ്കിൽ ഇനി പറയുന്നത് കേട്ടാൽ എന്തായിരിക്കും? ഇപ്പോഴേ ഞങ്ങൾ എവറസ്റ്റിലാണ് നിൽക്കുന്നത്, ഇനിയും സർപ്രൈസോ? കുക്കി, നീ എന്താ ഇങ്ങനെ നിൽക്കുന്നത്?
പീഡിനെയും പറഞ്ഞത് വല്ലതും കേട്ടോ? കേട്ടു. ഇല്ല, എന്ത് ചേട്ടാ? എടാ, ഇന്ത്യയിലോട്ട് പോകുന്നു എന്ന്. വിയേട്ടാ, ജിമിൻഷി, എനിക്ക് എക്സൈറ്റ്മെന്റ് മൂത്തിട്ട് ഒരിടത്തും നിൽക്കാൻ പറ്റുന്നില്ലേ. എന്നാ വല്ലയിടത്തും പോയി നിക്ക് കുക്കി. അല്ല പീഡിനെയും ഇന്ത്യയിൽ എവിടെയാന്നാ? ഇന്ത്യയിലെ ഗോഡ്സ് ഓൺ കൺട്രിയിലേക്കാണ്. Wow, excellent choice. It's Kerala. I'm right? ഞാൻ കേട്ടിട്ടുണ്ട് അവിടെ നിറയെ എക്സ്പ്ലോർ ചെയ്യാനുണ്ട്. നമുക്കൊക്കെ ഒരു വേറിട്ട അനുഭവമായിരിക്കും അവിടെ. Wow, nice choice. അടിപൊളി. എന്നാ നമ്മൾ പോകുന്നത്? Maybe ഒരു 2-3 days. അത്രേ സമയമുള്ളൂ. സോ നിങ്ങൾ ഏതോ ഒരുക്കങ്ങൾ റെഡിയാക്കിക്കോളൂ. അപ്പോൾ ഇന്ന് തന്നെ പാക്കിംഗ് തുടങ്ങണം അല്ലേ? ഹയ്യമ്മ എനിക്ക് വയ്യ. കേരള. ഹേ ഗൈസ്, ഇന്ത്യ നമ്മൾ ഒരുപാട് തവണ വേൾഡ് ട്രിപ്പ് അല്ലെങ്കിൽ സോളോ ട്രിപ്പായി പോകണമെന്ന് ആഗ്രഹിച്ചൊരു സ്പോട്ടാണ്. സോ അതിൻ്റെതായ ഒരു എക്സൈറ്റ്മെന്റ് നമ്മൾ എല്ലാവർക്കും ഉണ്ടാവും എന്ന് അറിയാം. എങ്കിലും ആസ് എ ലീഡർ എനിക്കിത് പറഞ്ഞേ പറ്റൂ. മാക്സിമം നമുക്ക് ഇന്ത്യ എക്സ്പ്ലോർ ചെയ്യണം, എസ്പെഷ്യലി കേരള. എനിക്ക് എക്സൈറ്റ്മെന്റ് കൊണ്ട് എന്താ പറയേണ്ടതെന്ന് അറിയില്ല. ഓ എന്റെ ജൂണേട്ടാ, നിങ്ങൾ ഒരു നിമിഷം പേടിപ്പിച്ചല്ലോ. എന്റെ ജൂണേ, ഈ പൊടിപ്പയ്യന്മാരുടെ മുന്നിൽ ഇത്രയും സീരിയസ് ആയി കോമഡി പറയല്ലേ. അങ്ങനെ പറഞ്ഞു കൊടുക്കണ്ടേ യോങ്കിച്ച. ഫൈനലി ആ ദിവസം വന്നെത്തി. നമ്മുടെ BTS മെമ്പേഴ്സ് എല്ലാവരും വളരെ സന്തോഷത്തിലാണ്. ഇനി അവരുടെ ജീവിതത്തിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്നറിയാതെ. ഇത് ജാക്സൺ, ഫെലിക്സ്, കുട്ടി മനോജ്. ചെന്നൈയാണ് സ്വദേശം, പക്ഷെ നല്ല അസൽ മലയാളികളാണ് അവർ. സ്വയം അവരെ പറയുന്നത് ചെന്നൈ മല്ലൂസ് എന്നാണ്. ചുരുക്കത്തിൽ പറയുകയാണെങ്കിൽ 3 പാവം പിടിച്ച തലയ്ക്കകത്ത് പ്രത്യേകിച്ചൊന്നുമില്ലാത്ത കുരുന്നുകൾ. 3 കൂടെ കോളേജിന്റെ നടുമുറ്റത്ത് നിൽക്കുന്നുണ്ട്. എന്ത് പിടിച്ച് ചുമരിൽ വെക്കാനാണോ ആവോ. ഒന്ന് പോയി നോക്കാം. വരൂ ഗൈസ്, കുറച്ച് ഗേൾസ് വരുന്നുണ്ട്. ഐ തിങ്ക് അവർ ഡിഗ്രി സ്റ്റുഡൻസ് ആണെന്ന് തോന്നുന്നു. ഒന്ന് പോയി നോക്കി നോക്കാം നമുക്ക്. ഏടാ, ഞാൻ വിചാരിക്കുന്നത് നീ ഒരു ഗിരിരാജൻ കോഴിയാണെന്നാണ്. എന്താണ് കുട്ടി മനോജ്, ഞാൻ പറഞ്ഞാ ശരിയല്ലേ? അല്ല യോഞ്ചോനെ, നീ ധാരോടാ എന്നെ പറയുന്നേ? ദോ അങ്ങോട്ട് നോക്ക്. നീ അവനെ നമ്മുടെ ചെന്നൈ മലേഴ്സിന്റെ ആസ്ഥാന കോഴിയാക്കി മാറ്റാൻ നോക്ക്. ചേട്ടാ, അപ്പോഴേക്കും അവൻ അവിടെ എത്തിയോ? ഹലോ ഗേൾസ്, ഐ എം യോൺജോൺ. ബൈ ബൈ, നിങ്ങൾ ഡിഗ്രി സ്റ്റുഡൻസ് ആണോ? ഏത് ഇയറാണ്? അയ്യോ ചേട്ടാ, ഞങ്ങൾ ഡിഗ്രി സ്റ്റുഡൻസ് അല്ല, MSc ഫസ്റ്റ് ഇയേഴ്സാ. എടാ കുട്ടി മനോജ്, എന്താടാ അവിടെ? ചേട്ടാ, ചേട്ടനാണോ കുട്ടി മനോജ്? ദേ അവിടെ 2 ചേട്ടന്മാർ വിളിക്കുന്നു. ഏയ് അല്ല കുട്ടി, അത് ഞാനല്ല കുട്ടി, അത് വേറെ ആരെങ്കിലും വിളിക്കുകയായിരിക്കും. നമുക്ക് മൈൻഡണ്ട, വാ. അല്ല കുട്ടി. എടാ കുട്ടി മനോജേ, നിന്റെ പെർഫോമൻസ് കണ്ട് ഞങ്ങൾ ഞെട്ടി മനോജേ. അവൻ ആളാവാൻ നോക്ക. എടാ, ഞങ്ങളില്ലെങ്കിൽ നീ വെറും 0 ആടാ, 0. ഈ നാറുകൾ സമ്മതിക്കൂല, എന്നെയും കൊണ്ടേ പോളൂ. എടാ നാറുകളെ, ഗേൾസിന്റെ മുന്നിൽ അപമാനിക്കരുത് പ്ലീസ്. ആ ഗേൾസ്,
ഇതെന്റെ ഫ്രണ്ട്സ് ആണ്. ഇത് ജാക്സൺ, ഇത് ഫെലിക്സ്. ഹലോ ചേട്ടാ. ഓ കുട്ടി, എന്നെ ചേട്ടാന്ന് വിളിക്കണ്ട. എനിക്കധികം ഏജൊന്നും ആയിട്ടില്ല. കുട്ടിക്ക് വിരോധമില്ലെങ്കിൽ എന്നെ ജാക്ക് അല്ലെങ്കിൽ ചാക്കു എന്ന് വിളിച്ചോളൂ. എനിക്ക് അതൊന്നും ഒരു പ്രശ്നമല്ല. ഓക്കേ ജാക്കു. ഡാ ജാക്കേ, ഒന്ന് ചുമ്മാതിരിടാ. അവർ നമ്മുടെ ക്ലാസ്സിലാ. ഇവൻ ഇത് ചളവാക്കി കൊളമാക്കും. ഞാൻ ഫെലിക്സ്. യു ക്യാൻ കോൾ മീ ഫെലി. ഓക്കേ എലി. ഓ സോറി ഫെലി. നിങ്ങൾ എന്താ പഠിക്കുന്നേ? സീരിയസ് ആണോ? സീരിയസ് ഒന്നുമല്ല. ഞങ്ങൾ MSc സുവോളജി ഫസ്റ്റ് ഇയേഴ്സ് ആണ്. ഞങ്ങളും MSc സുവോളജി ഫസ്റ്റ് ഇയേഴ്സ് ആണല്ലോ. പക്ഷെ നിങ്ങളെ 2 ദിവസമായിട്ട് ക്ലാസ്സിൽ കണ്ടില്ലല്ലോ. പിന്നെ ടീച്ചേഴ്സ് ആരും ഇല്ലായിരുന്നു, അത് വേറെ കാര്യം. അതിന് ഞങ്ങൾ ക്ലാസ്സിൽ കയറിയല്ലേ കാണൂ. അതെന്താ നിങ്ങൾ കേറാത്തെ? അത് പിന്നെ ഞങ്ങളിവിടുത്തെ ഗേൾസിന്റെ എണ്ണ എടുത്ത് തീർന്നിട്ടില്ല. എന്താ? അല്ല, അവന് ഉദ്ദേശിച്ചത് ഞങ്ങളിവിടെ കുട്ടികളെ പരിചയപ്പെട്ട് കഴിഞ്ഞില്ലെന്നാണ്. അല്ല, ചുമ്മാ. ഏതായാലും ഇത്രയൊക്കെ ആയ സ്ഥിതിക്ക് ഓക്കെ വരും. ഏതായാലും നമ്മൾ ഒരേ ക്ലാസ്സിലാണല്ലോ. അപ്പോൾ ഫ്രണ്ട്സ്, ഓക്കെ? അല്ല കുട്ടി മനോജേ. ഏയ്, call me Yeonjun. പറയ്. സോറി യോഞ്ചു. നിനക്ക് എങ്ങനെ ആരാ ഈ കുട്ടി മനോജ് എന്ന് പേര് വെച്ചത്? അതും ഇക്കാലത്ത്. ഓ, അതൊന്നും ഓർമ്മിപ്പിക്കല്ലേ. പകച്ചു പോകും എന്റെ ബാല്യം. എന്റെ കുടുംബത്തിലെ ആദ്യത്തെ പേരക്കുട്ടിയാണ് ഞാൻ. സോ എന്റെ അച്ഛന്റെ അച്ഛന്റെ പേരിടണമെന്നും അമ്മച്ചന്റെ പേരിടണമെന്നും പറഞ്ഞ് വഴക്ക് തുടങ്ങി. അച്ഛന്റെ പേര് രാമൻകുട്ടി, അമ്മച്ചന്റെ പേര് കൃഷ്ണൻകുട്ടിയും. അവസാനം അവർ നോക്കിയപ്പോൾ കുട്ടി 2 പേരിലും ഉണ്ടല്ലോ. അതിനെ പിടിച്ച് എന്റെ ഫസ്റ്റ് നെയിം ആക്കി കുട്ടീന്ന്. നല്ല സെലക്ഷൻ. അപ്പൊ മനോജ്? എടീ പൂതല്ലേ. പിന്നെ മനോജ്. എന്റെ അച്ഛന്റെ പേര് മനു, അമ്മയുടെ പേര് ജയ. രണ്ടും കൂടെ ചേർത്ത് മനോജ് എന്നിട്ടു. അങ്ങനെ കുട്ടി മനോജായി. പക്ഷെ എനിക്ക് ഞാൻ യോഞ്ചുനാണ്. ഇനി മുതൽ നിങ്ങൾക്കും. അണ്ടർസ്റ്റാൻഡ്? ഓ, അണ്ടർസ്റ്റാൻഡ് ആയി യോഞ്ചോനെ. എന്നാലും അച്ഛന്റെ പേര് മനു. അടിപൊളി നീ. ബട്ട് നീ വിഷമിക്കണ്ടടാ. അല്ലേലും അത് നിനക്ക് അറിഞ്ഞോണ്ടിട്ടതാ കുട്ടി മനോജെന്ന്. ഓ ചുമ്മാ. ഏതാ യോഞ്ചു വിളിച്ചാ വിളി കേക്കില്ല. ഡാ, കുട്ടി മനോജയെ വിളിച്ചാലേ വിളി കേക്കുള്ളൂ. അങ്ങനല്ലടാ, കുട്ടി എന്ന് പറയുമ്പോഴേക്കും വിളി കേക്കും. അങ്ങനെ പറയും. അല്ലടാ യോഞ്ചിനെ? അപമാനിച്ച് കഴിഞ്ഞെങ്കിൽ വാ, ക്ലാസ് എത്തി. ക്ലാസ്സിൽ കയറി ആ ആസനത്തിൽ ഇരുന്നാലും. അങ്ങനെ അവർ ക്ലാസ് എത്തി. കളിയും ചിരിയും തമാശകളൊക്കെ ആയി. പിന്നെ ജാക്സൺ ടീമുമായിട്ട് നമ്മുടെ പിള്ളേർ ഒരുപാട് അങ്ങ് അടുത്തു. നല്ല ഫ്രണ്ട്സായി. ക്ലാസ് തുടങ്ങി 2 days ആയാലും ടീച്ചേഴ്സ് ഒന്നും ക്ലാസ് എടുക്കാൻ വന്നിട്ടുണ്ടായിരുന്നില്ല. ഇന്ന് വരികയാണ്. Good morning students, I am your new professor. My name is Melvin Abraham and the subject I am taking you is genetics and you guys are the my first batch. അതുകൊണ്ട് തന്നെ നീ കുറച്ച് സഹകരിക്കണം. ഇതെന്താ സാറ്? ഞാൻ നല്ല ടീച്ചേഴ്സുമായിരിക്കുമെന്ന് പ്രതീക്ഷിച്ചു. ഓ, ഒന്ന് മിണ്ടാതിരിയുടെ കുറിപ്പേ. ക്ലാസ് എടുത്തതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ യു ക്യാൻ ആസ്ക് മീ. ഓക്കെ ആൻഡ് ഓക്കെ, താങ്ക് യു സ്റ്റുഡൻസ്. അവർ നിങ്ങൾക്ക് ലിസ മാഡം വരും കേട്ടോ. ബൈ. എടാ, സാർ മാം നല്ലേ പറഞ്ഞത്? തന്നെടാ, തന്നെ. ഓ മോനെ, ഞാനൊരു കലക്കും എന്റെ കളിക്കേട്ടാ. ലിസ മാം എങ്ങനെയാണാവോ കാണാൻ? ഓ, കോഴികൾ ഉണർന്നു. എടാ, നിങ്ങളൊക്കെ എത്രയും നേരം ഈ ക്ലാസ്സിൽ ഉണ്ടായിരുന്നു? ഹായ് സ്റ്റുഡൻസ്.
students, I am Lisa. I take you the subject molecular biology. ഷോ എന്തൊരു ക്യൂട്ടാടാ മാം. ഇപ്പൊ എന്നെ നോക്കിയില്ലേ? എനിക്ക് വയ്യ, അല്ലെങ്കിൽ എന്നെ എല്ലാരും നോക്കും. ദേടാ ഇപ്പൊ എന്നെയും നോക്കി. ഓ കഷ്ടം, മാം എല്ലാരും നോക്കുന്നുണ്ട്, നിങ്ങള് വെള്ളം ഇറക്കണ്ട. അത് വേണ്ട. ലീസമോൾ അവൾ എന്റെയാ, ഒരു നാറുകളും ലീസമോളെ നോക്കണ്ട കേട്ടടാ. ലീസമോളോ? അതിപ്പോ മുതൽ. മാം ഒരു ഡൗട്ട്. എടാ വേണ്ട പ്ലീസ്, തന്നെ ഞാൻ വെറുതെ പറഞ്ഞടാ. അല്ലേലും ഇവൻ ഇതെന്ത് പറയാൻ പോണേ? എണീക്കുന്നതിന് മുമ്പ് ഒന്ന് പറഞ്ഞിട്ടൊക്കെ എണീക്കണ്ട പട്ടി. അല്ല, ക്ലാസ് കൂടെ എടുത്തിട്ടില്ല, അപ്പോഴത്തേക്കും തനിക്ക് എന്താണോ ഡൗട്ട്? ഓക്കെ, വാട്ട് ഈസ് യുവർ നെയിം ആൻഡ് വാട്ട്സ് യുവർ ഡൗട്ട്? അത് മൈ നെയിം ഈസ് ഫെലിക്സ് മാം. അല്ല മാമിന്റെ വീട് എവിടാ? എത്ര ഏജായി? മാരീഡ് ആണോ? നീതാണ്ടായ ഉയർ നൻപൻ. താങ്ക് യുടെ മുത്തേ. മോനെ ഫെലിക്സേ, നിന്റെ ചാട്ടം എങ്ങോട്ടാണെന്ന് മനസ്സിലായിട്ടാ? അല്ല, നിന്റെ തൊട്ടടുത്തുള്ള കുട്ടി എന്താ പറയുന്നേ? സ്റ്റാൻഡ് അപ്പ്. എന്താ ലിസമോളെ? അല്ല സോറി, എന്താ മാം? ഞാൻ ജാക്സൺ. അല്ല മാം, ഫെലിക്സ് ചോദിച്ച ക്വസ്റ്റ്യന്റെ ആൻസർ കിട്ടിയില്ല. സിറ്റ് ഡൗൺ. നിങ്ങളുടെ എല്ലാ ചോദ്യത്തിനും കൂടെ ഈ ഒരു ഉത്തരം കിട്ടിയാ മതിയാവും. ഐ ആം മാരീഡ്. അയ്യോ അങ്ങനെ പറയില്ലേ മാം, അങ്ങനെ പറഞ്ഞ എങ്ങനെ ശരിയാവും? അയ്യോ അപ്പൊ ഞാനോ? എന്റെ താനതോ താന തിന്തോ മായി. ചർമ്മം കണ്ടാൽ പ്രായേ പറയില്ല, ഒരു സന്തൂർ മമ്മി തന്നെ. അങ്ങനെ ക്ലാസ് ഒക്കെ കഴിഞ്ഞ് ഇന്റർവെൽ ടൈമിൽ നമ്മുടെ കിയാരിയും ഫ്രണ്ട്സും കൂടെ നമ്മുടെ ചെന്നൈ മലൂസും ഉണ്ട്. ക്യാൻറ്റീനിലോട്ട് പോകുന്നു. കഴിക്കാൻ കോഫി വാങ്ങിച്ച് തിരിയുമ്പോൾ പെട്ടെന്ന് അവൾ ആരെയോ ചെന്ന് ഇടിക്കുന്നു. കോഫി മുഴുവൻ അദ്ദേഹത്തിന്റെ ഡ്രസ്സിലുമാവുന്നു. ഫ്രണ്ട്സ് എല്ലാവരും ഓടി വരുന്നു. അപ്പോഴാണ് അവൾ അയാളുടെ മുഖം നോക്കുന്നത്. അദ്ദേഹം അപ്പോഴാണ് അവളുടെ മുഖം കാണുന്നതും. Wow, what a beauty. സോറി ചേട്ടാ, ഐ ആം എക്സ്ട്രീംലി സോറി. ഞാൻ പെട്ടെന്ന് ശ്രദ്ധിക്കാതെ പെട്ടെന്ന് തിരിഞ്ഞപ്പോ സോറി ചേട്ടാ, സോറി. എബി, നീ ആരെ അടിച്ചതെന്നറിയോ? സോറി പറഞ്ഞു എല്ലാം കഴിഞ്ഞാണോ? എല്ലാം ചെയ്തിട്ട് അവളുടെ ഒരു സോറി. ഹേയ് സ്റ്റോപ്പ്. ആ കുട്ടിയെ കണ്ടറിഞ്ഞൂടെ? അത് പേടിച്ചിട്ട് നിൽക്കുകയാണ്. കുട്ടി പേടിച്ചു പോയോ? ഫസ്റ്റ് ഓഫ് ഓൾ താങ്ക് യു ഫോർ യുവർ ലവ് ആൻഡ് സപ്പോർട്ട്. പിന്നെ സ്റ്റോറി ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, പിന്നെ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇതെൻ്റെ പുതിയ തുടക്കമാണ്. അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് എനിക്ക് ഒരുപാട് അധികം ആവശ്യമാണ്. പിന്നെ എന്തെങ്കിലും തെറ്റുകളുണ്ടെങ്കിൽ എനിക്ക് കമൻറ്റിലൂടെ തീർച്ചയായും നിങ്ങൾ അറിയിക്കണം. താങ്ക് യു ഫോർ വാച്ചിങ്.